നെക്സ്റ്റ് ടോപ്പിക്കാണ് പ്രോസസ് സ്റ്റേറ്റ്സ് ആൻഡ് സ്റ്റേറ്റ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു പ്രോസസ്സിന് എന്തൊക്കെ സ്റ്റേറ്റ് ഉണ്ട്, ഏതൊക്കെ സ്റ്റേറ്റിലൂടെ പോയിട്ടാണ് ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്റ്റേറ്റ് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് പോസിബിൾ ആയുള്ള സ്റ്റേറ്റ്സ്. ഒന്ന് ന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു പുതിയൊരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്തു എന്നാണ് മീനിങ്. ഇനി റണ്ണിങ് സ്റ്റേറ്റിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതല്ലേ, റൺ ചെയ്യുന്നതല്ലേ, സോ ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യാണ്. വെയിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇവൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഏതെങ്കിലും ഒരു റിസോഴ്സ് വേണം, ഏതെങ്കിലും ഒരു മെമ്മറി വേണം, അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് വേണം, അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. റെഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോസസ്സ് വെയിറ്റിംഗ് ആണ്, പ്രോസസ് ഈസ് വെയിറ്റിംഗ് ടു ബി അസൈൻ ടു പ്രോസസ്സർ. എന്നാൽ റെഡിയാണ്, പ്രോസസ്സറിലേക്ക് അസൈൻ ചെയ്താൽ മതി. ഇനി ടെർമിനേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പ്രോസസ്സ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു, എക്സിക്യൂഷൻ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒരു പ്രോസസ്സാണ്, അതായത് ഓൺലി വൺ പ്രോസസ് ഈസ് റണ്ണിങ് ആൻഡ് ഓൾ അതർ പ്രോസസ് ആർ ഇൻ റെഡി ഓർ വെയിറ്റിംഗ്. ഒരു പ്രോസസ്സ് ആയിരിക്കും എപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുക, ബാക്കി എല്ലാ പ്രോസസ്സുകളും റെഡി സ്റ്റേറ്റിൽ, അതായത് പ്രോസസ്സറിലേക്ക് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പോൾ നോക്കിയേ, ഒരു പുതിയ പ്രോസസ്സ് വന്നു ന്യൂ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ, അത് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, റെഡിയായി അല്ലേ. റെഡി ആയിട്ട് സി പിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തിലേക്ക് പോവാം, റണ്ണിങ്ങിലേക്ക് പോവാം. റണ്ണിങ്ങിൽ നിന്ന് എന്തെങ്കിലും തടസ്സം വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങോട്ടേക്ക് പോവാം അല്ലേ, പിന്നെ എന്ത് ചെയ്യാം, റൺ ചെയ്യാം. പിന്നെ അത് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അത് വെയിറ്റിങ്ങിലേക്ക് പോകും. വെയിറ്റിങ്ങിലേക്ക് പോയി ഓക്കെ ആയെങ്കിൽ പിന്നെ ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു പോകും, റെഡി ആവും അല്ലേ. ദെൻ അത് കഴിഞ്ഞിട്ട് റൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനം എന്തിലേക്ക് പോകും, എക്സിറ്റിലേക്ക് പോകും, അതായത് ടെർമിനേറ്റ് ആവും. സോ ഇതാണ് നമ്മുടെ പ്രോസസ് സ്റ്റേറ്റ്സ് ആൻഡ് സ്റ്റേറ്റ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഇനി ഓപ്പറേഷൻ ഓൺ പ്രോസസ്സ് റിലേറ്റ് ചെയ്തുള്ള ഓപ്പറേഷൻസാണ് എന്തൊക്കെയാണ് വരുന്നത്. പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, പിന്നെന്താണ്, പ്രോസസ്സ് ഷെഡ്യൂൾ ചെയ്യുകയും ഡിസ്പാച്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ചില പ്രോസസ്സുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ചില പ്രോസസ്സുകളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രോസസ്സ് ചിലത് പ്രീഎംപ്റ്റ് ചെയ്ത് കളയും. പിന്നെ പ്രോസസ്സിനെ സസ്പെൻഡ് ചെയ്യാനും റെസ്യൂം ചെയ്യാനും പറ്റും. ചില പ്രോസസ്സ് എന്ത് ചെയ്യും, ടെർമിനേഷനും ഉണ്ടാക്കും. 3 ഓപ്പറേഷൻസാണ് പ്രോസസ്സ് റിലേറ്റ് ചെയ്തിട്ട് വരുന്നത്. സോ ഓരോന്നും എന്താ നോക്കാം. പ്രോസസ്സ് ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇനീഷ്യൽ സ്റ്റെപ്പാണ്. ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഇനീഷ്യൽ സ്റ്റെപ്പാണ്. അപ്പോൾ ഒരു പുതിയ പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ പ്രോസസ്സ് ക്രിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പുതിയ പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ബൈ അനദർ പ്രോസസ്സ് ആയിരിക്കാം അല്ലേ. അപ്പോൾ ഒരു പ്രോസസ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് മറ്റൊരു പ്രോസസ്സിൻ്റെ സഹായത്തോടെയാണെങ്കിൽ നമുക്ക് ഫോർക്ക് ഓഫ് എന്ന് പറഞ്ഞുള്ളൊരു ഫങ്ഷൻ ഉണ്ട്, അത് ഉപയോഗിച്ചുകൊണ്ടാണ് ക്രിയേറ്റ് ചെയ്യുക. അതായത് ഒരു പ്രോസസ്സ് നമുക്ക് മറ്റൊരു പ്രോസസ്സ് ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതിനെ ഫോർക്ക് ഓഫ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ ഏത് പ്രോസസ്സാണോ മറ്റൊരു പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത്, ആ പ്രോസസ്സിനെ നമ്മൾ പാരൻറ്റ് പ്രോസസ്സ് എന്നും ആ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതിനെ നമ്മൾ എന്ത് പറയും, ചൈൽഡ് പ്രോസസ്സ് എന്നും പറയും. സോ ഫോർക്ക് ഓഫ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പ്രോസസ്സിൽ നിന്ന് മറ്റൊരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി മറ്റൊന്നാണ് നമ്മൾ പറഞ്ഞിരുന്ന ഓപ്പറേഷനാണ് എന്ത് പറയുന്നത്, പ്രോസസ് ഷെഡ്യൂളിങ്ങും ഡിസ്പാച്ചിങ്ങും. പ്രോസസ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻറ്റുകളൊക്കെ ഷെഡ്യൂൾ ചെയ്യാണ്. അതായത് റെഫേഴ്സ് ടു ദ ഇവൻറ്റ് വെർ ദ OS പുട്സ് ദ പ്രോസസ് ഫ്രം റെഡി ടു റണ്ണിങ് സ്റ്റേറ്റ്. അപ്പോൾ ഇത് ചെയ്യുന്നത് പ്രോസസ് ഷെഡ്യൂളർ അല്ലെങ്കിൽ പ്രോസസ് ഡിസ്പാച്ചർ എന്ന് പറഞ്ഞുള്ളൊരു സംഭവം വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഓരോ ഫ്രീ റിസോഴ്സസ് വരുമ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യും, ഓരോ പ്രോസസ്സിനും ഏതിനാണ് നല്ല പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ഏതാണ് ഇപ്പോൾ കഴിയാൻ പോകുന്നത്, അതൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യും, ഷെഡ്യൂൾ ചെയ്തുകൊണ്ടിരിക്കും. പിന്നുള്ളത് പ്രോസസ് വെയിറ്റിംഗ് അല്ലെങ്കിൽ ബ്ലോക്കിംഗ് ആണ്. അതായത് ഒരു പ്രോസസ്സിന് ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഇവൻറ്റ് എക്സിക്യൂഷൻ ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ പ്രോസസ്സ് എന്ത് ചെയ്യും, റണ്ണിങ് സ്റ്റേറ്റിൽ നിന്ന് വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോകും. എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഇവൻറ്റ് കിട്ടാൻ വേണ്ടി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്കൊരു പ്രിൻ്റർ വേണം, പ്രിൻ്റർ ഓൾറെഡി യൂസർ ആണെന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സ് എന്ത് ചെയ്യും, ആ പ്രിൻ്റർ കിട്ടുന്ന, അതായത് ആ പ്രിൻ്റർ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നെക്സ്റ്റിലേക്കായിരിക്കും നമുക്ക് അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവരെ എന്ത് ചെയ്യും, വെയിറ്റിങ്ങിലേക്ക് പോകും. എന്നിട്ട് എന്ത് ചെയ്യും, ഡിസ്പാച്ച് ചെയ്യും. ഇനി ബ്ലോക്ക്ഡ് പ്രോസസ്സ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ആ ഇൻപുട്ട് ഔട്ട്പുട്ട് ഇവൻറ്റ് മൂവ് ചെയ്യും വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് പിന്നെ റെഡി സ്റ്റേറ്റിലേക്ക്. അതായത് വെൻ ദ ബ്ലോക്ക്ഡ് പ്രോസസ് ഹാസ് കംപ്ലീറ്റഡ് ദ ഇൻപുട്ട്, ഒരെണ്ണത്തിനിപ്പോൾ ബ്ലോക്ക് ചെയ്ത് വെച്ചു എന്ന് വിചാരിക്കും. അപ്പോൾ അത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഇവൻറ്റിനെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വെയിറ്റിങ്ങിൽ നിന്ന് റെഡിയിലേക്ക് പോകും. ഇനി പ്രീഎംഷനാണ്, പ്രോസസ് പ്രീഎംഷൻ. അത് പ്രീഎംപ്റ്റ് ചെയ്യുക, അതായത് പോസ് ചെയ്യുക എന്നാണ് മീനിങ്. അതായത് കറൻ്റ്ലി എന്താണോ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെന്ത് ചെയ്യുക, പ്രോസസ്സ് എന്ത് ചെയ്യുക, ഒന്ന് പോസ് ചെയ്യുക. എന്ന് വെച്ചാൽ ഒരു ഹയർ പ്രയോറിറ്റിയുള്ള പ്രോസസ്സ് വന്നു കഴിഞ്ഞാലാണ് പ്രീഎംപ്ഷൻ ചെയ്യുക. അപ്പോൾ ഈ പ്രീഎംപ്റ്റ് ചെയ്ത പ്രോസസ്സ് എന്ത് ചെയ്യും,
റണ്ണിങ് സ്റ്റേറ്റിലാണ് ഉണ്ടായിരുന്നത്. അവിടുന്ന് റെഡി സ്റ്റേറ്റിലേക്ക് പോകും. കാരണം ഇനി അതിന് എന്ത് ചെയ്താൽ മതി, പ്രോസസ്സർ ചെയ്താൽ മതി. ഈ ഒരു ഹയർ പ്രയോറിറ്റിയുടെ കേസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും റണ്ണിങ്ങിലേക്ക് പോകാനുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടെമ്പററി ആയുള്ളൊരു ഇൻട്രപ്റ്റിംഗ് ആണ്. ഒരു എക്സിക്യൂഷൻ ടാസ്കിനെ ടെമ്പററി ആയിട്ട് എന്ത് ചെയ്യാണ്, ഇൻട്രപ്റ്റ് ചെയ്യാണ്. എന്നിട്ട് എന്ത് ചെയ്യും, റെസ്യൂം ചെയ്യും ഹയർ പ്രയോറിറ്റിയുള്ള പ്രോസസ്സിൻ്റെ എക്സിക്യൂഷൻ കഴിഞ്ഞാൽ.